ഇന്നൊരു ആക്റ്റീവ് സൺഡേ ആയിരുന്നു. സാധാരണ ഫാങ്ക്രിയിലുള്ള സൺഡേസിൽ ഫാങ്ക്രിയിൽ ഒരു മണ്ണാങ്കട്ടില്ലെന്ന് കുറ്റവും പറഞ്ഞ് ചത്തുകുത്തിയായി ഇരിക്കാറ്. ഇങ്ങനെ പോയാൽ ശരിയാവില്ലെന്ന് വെച്ച് ലാസ്റ്റ് വീക്ക് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യും സൺഡേ എന്നുള്ളത്. ഫാങ്ക്രി എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ട്രാക്ക് കണ്ടുപിടിച്ചു. ന്യൂസിലൻഡിലുള്ള ആരോടും ഫാങ്ക്രിയിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാങ്ക്രി ഫാൾസ് കണ്ടോ എന്നാ ചോദിക്കാറ്. പക്ഷെ ഇവിടുത്തെ ലോക്കൽസിനോട് ചോദിച്ചാലേ അറിയാവുള്ളൂ ഫാങ്ക്രി ഫാൾസിലേക്ക് ഗൂഗിൾ മാപ്പ് കാണിക്കണതല്ലാണ്ട് അവിടേക്ക് എത്താൻ ഒരുപാട് വേറെ ട്രാക്കുകൾ ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഒരു ട്രാക്കാണ് AH റീഡ് എന്ന് പറയുന്ന ഈ ലൂപ്പ്. ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫാങ്ക്രി വാട്ടർഫാൾസിന്റെ ഡൗൺ സ്ട്രീമിലെത്തും. നമ്മൾ പോയ ദിവസം വെതർ അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു ഈ സീനറിയൊക്കെ കണ്ട് ഇതിൽ കൂടെ നടക്കാനായിട്ട്. ആസ് യൂഷ്വൽ ന്യൂസിലൻഡിലുള്ള 90% ആൾക്കാർക്ക് അറിയുന്നത് പോലെ തന്നെ കൗറിനെ റിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാക്ക് ലൂപ്പിലേക്ക് കയറിനേക്കാൻ മുന്നേ കാല് നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട്. ഇങ്ങനൊരു സാധനം കണ്ടതിന് ശേഷം ഇവർ ഒരു ലോഡ് ക്വസ്റ്റ്യൻസ് ആണ് എന്നോട് ചോദിച്ചത്. സ്വാഭാവികമായും എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഇതല്ലാത്തത് കൊണ്ട് എനിക്ക് വലിയ വിവരം ഉണ്ടായിരുന്നില്ല ഇതിനെക്കുറിച്ച്. വാട്ടർഫാൾസ് കാണാനുള്ള ട്രാക്കിലേക്ക് കയറിനേക്കാൻ മുന്നേ എലിസബത്ത് ട്രാക്ക് എന്ന് പറയുന്ന കനോപ്പി വാക്ക് വേ ഉണ്ട്. 15 മിനിറ്റ്സ് ആണ് അതെടുക്കാം. അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ബ്രീസി ഫീലൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു നമുക്ക്. വേറെ പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയാൻ മാത്രം ഒന്നും ഇല്ല അവിടെ. ഈ പാർക്കിന്റെ പേര് കേട്ടപ്പോൾ ആദ്യം തന്നെ എനിക്ക് തോന്നിയത് ഈ AH എന്തായിരിക്കും എന്നാണ്. വീട്ടിൽ പോയിട്ട് ആദ്യം നോക്കിയ കാര്യം അത് തന്നെയാണ്. AH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ്രഡ് ഹെമിഷ് എന്നാണ്. വേറൊന്നില്ല, ഈ പുള്ളി ഒരു ന്യൂസിലൻഡ് ഓതറാണ്. മാത്രമല്ല ഈ പുള്ളി ഒരു ഫേമസ് നേറ്റീവ് ഫോറസ്റ്റ് കൺസർവേഷൻ അഡ്വക്കേറ്റും കൂടിയായിരുന്നു. പുള്ളിക്കാരന്റെ മെയിൻ പരിപാടി കാണുന്ന കാടും മേടും ഒക്കെ തേടി പിടിച്ച് നടക്കാനായിരുന്നു. ഇയാളെ കുറിച്ച് വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അയാളുടെ 80s-ലോ 90s-ലോ ന്യൂസിലൻഡ് മൊത്തം നടന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ പുള്ളിയുടെ പേരിൽ മിനിമം ഒരു പാർക്കെങ്കിലും ഇല്ലെങ്കിൽ മോശമാവും. ഇതങ്ങനെ ഭയങ്കര ഹൈക്കിങ്ങിനോ ട്രക്കിങ്ങിനോ ഉള്ള ട്രാക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചുമ്മാ ഒരു റിലാക്സേഷൻ മാത്രമേ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അത്ര അൺഫെമിലിയർ ആയിട്ടുള്ള പ്ലേസ് ഒന്നല്ലത്. ഒത്തിരി പേര് അവരെ ഫാമിലിനെ കൊണ്ടും പെറ്റ്സിനെയൊക്കെ കൊണ്ട് റിലാക്സേഷന് വേണ്ടി വരുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ചെടി കാണാൻ എന്തോ ഒരു പ്രത്യേകതയില്ലേ? നമ്മൾ പണ്ടെപ്പോഴോ സ്കൂളിൽ പഠിച്ച പോലെ സ്വയമായിട്ട് തൊലി ഉരിഞ്ഞു പോകുന്ന ചെടികൾ, അതുപോലെയുണ്ട് ഇവിടെയുള്ള മിക്ക ചെടികളും കാണാനായിട്ട്. എപ്പ നോക്കിയാലും കൊമ്പത്താ. നീ എന്താ കൊരങ്ങനാണോടാ പട്ടി? ഇതെന്നാട്ടോ മയിലാട്ടോ പാത്രിക പുലിയാട്ടോ പാത്രിക ഇതെന്നാട്ടോ. എല്ലാരും നോക്കൂ ഗൈസ്. നല്ല കിണ്ണം കാച്ചിയ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. സോ ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇവൻറ്റ്സ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ ദിസ് പ്ലേസ്. ബ്യൂട്ടിഫുൾ ആയിരിക്കും. അങ്ങനെ ഫൈനലി നമ്മൾ ഫാങ്ക്രി വാട്ടർഫാൾസിന്റെ ബ്രിഡ്ജ് കണ്ടു. വെള്ളം വീണ് കല്ലിടത്ത് കറക്റ്റ്